ഇന്ത്യ ഇംഗ്ലണ്ട് ആവേശകരമായ ടെസ്റ്റ് പരമ്പര ഇന്നലെ അവസാനിച്ചിരുന്നു. പരമ്പര 2-2 എന്ന നിലയിലാണ് അവസാനിച്ചത്. ഈ ടോട്ടൽ സീരീസിന്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലീഡ്സിലെ ആദ്യ മത്സരത്തിൽ അപ്രതീക്ഷിത പരാജയത്തോടെയാണ് ഇന്ത്യ തുടങ്ങിയതെങ്കിലും ഒരു ബാറ്റിംഗ് യൂണിറ്റ് എന്ന നിലയിൽ റീസെന്റ് ടൈമിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എവേ സീരീസ് ആയിരുന്നു ഇന്ത്യക്ക് കിട്ടിയത്. രാഹുൽ, ഗിൽ, പന്ത്, ജഡേജ തുടങ്ങി 4 പേരും വളരെ കൺസിസ്റ്റന്റ് ആയിട്ടായിരുന്നു പരമ്പരയിൽ ബാറ്റ് വീശിയത്. 4 സെഞ്ചുറി അടക്കം ഗിൽ 754 റൺസ്, 2 സെഞ്ചുറിയും 2 ഫിഫ്റ്റിയും അടക്കം രാഹുൽ 532 റൺസ്, 2 സെഞ്ചുറിയും 3 ഫിഫ്റ്റിയും അടക്കം പന്ത് 479 റൺസ്, 5 ഫിഫ്റ്റിയും 1 സെഞ്ചുറിയും അടക്കം ജഡേജ 516 റൺസ് എന്നിങ്ങനെയാണ് ഇവർ സ്കോർ ചെയ്തത്. തൊട്ടു പിന്നാലെ ജയ്സ്വാൾ ഉണ്ട്. കൺസിസ്റ്റന്റ് ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല എങ്കിലും നിന്ന കളിയിലൊക്കെ ജയ്സ്വാൾ കളിച്ചു. 2 സെഞ്ചുറിയും 2 ഫിഫ്റ്റിയും അടക്കം 411 റൺസായിരുന്നു താരം നേടിയത്. ഓൾറൗണ്ടർ എന്ന നിലയിൽ സുന്ദർ 7 വിക്കറ്റും 254 റൺസ് നേടി. അതിൽ തന്നെ 1 സെഞ്ചുറിയും 1 ഫിഫ്റ്റിയും ഉൾപ്പെടുന്നു. അങ്ങനെ ഓവറോളായ ബാറ്റിംഗ് ലൈനപ്പിന് ഒരു ബെസ്റ്റ് ടെസ്റ്റ് സീരീസ് ആയിരുന്നു കിട്ടിയത്. കരുൺ നായർ, സായി സുദർശൻ എന്നിവർ മാത്രമാണ് ഇവരുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പിന്നോട്ട് പോയത്. ബൗളിംഗ് യൂണിറ്റിലേക്ക് വന്നാൽ സിറാജ് ആയിരുന്നു ശരിക്കും സ്റ്റാൻഡ് ഔട്ട് പെർഫോമർ. 5 ടെസ്റ്റിലും ചത്ത് പന്തെറിഞ്ഞ താരം 23 വിക്കറ്റുമായി സീരീസിലെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറായി മാറി. 3 മാച്ച് കളിച്ച ബുംറ 14 വിക്കറ്റും ആകാശ് ദീപിന് 13ഉം കൃഷ്ണയ്ക്ക് 14 വിക്കറ്റുമുണ്ട്. കൃഷ്ണയുടെ തുടക്കം മോശമായിരുന്നുവെങ്കിലും പരമ്പരയുടെ അവസാനത്തിലേക്ക് എത്തിയപ്പോഴേക്കും താരം റിതം കണ്ടെത്താൻ തുടങ്ങിയിരുന്നു. തുടർച്ചയായി അവസരങ്ങൾ കിട്ടിയാൽ കൃഷ്ണ സെറ്റായിക്കൊള്ളും എന്ന് തന്നെയാണ് തോന്നിച്ചത്. ബൗളിംഗ് യൂണിറ്റിൽ കണ്ട ഒരേ ഒരു കൺസേൺ ബുംറയുടെ ഫിറ്റ്നസ് ആയിരുന്നു. 3-4 ടെസ്റ്റ് മത്സരങ്ങൾ തമ്മിൽ 10 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നിട്ടും 2 ടെസ്റ്റ് അടുപ്പിച്ച് കളിച്ചപ്പോഴേക്കും 4th ടെസ്റ്റിൽ ബുംറയുടെ റിതം കംപ്ലീറ്റ് ആയി നഷ്ടപ്പെട്ടിരുന്നു. ഇതുകൂടാതെ ഈ സീരീസിൽ കണ്ട ഒരു പാറ്റേൺ ബുംറയുള്ള മത്സരങ്ങളിൽ നമ്മുടെ മറ്റ് ബോളേഴ്സ് ബുംറ വിക്കറ്റ് എടുക്കും എന്ന പ്രതീക്ഷയിൽ കളിക്കുന്നതും എന്നാൽ ബുംറ ഇല്ലാത്ത മത്സരങ്ങളിൽ റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുത്ത് പന്തെറിയുന്നതുമായിരുന്നു. ബുംറ കളിക്കാതിരുന്ന 2 മത്സരം മാത്രമാണ് ഇന്ത്യ ജയിച്ചത് എന്നത് ഇക്കാര്യം കുറച്ചുകൂടി ഉറപ്പിക്കുന്നു. ഓവറോളായി സീരീസിന്റെ റിസൾട്ട് നോക്കുമ്പോൾ 2-2 എന്ന നിലയിൽ അവസാനിക്കേണ്ട ഒരു പരമ്പര ആയിരുന്നില്ല ഇത് എന്ന് വ്യക്തമാണ്. ചുരുങ്ങിയത് 3-1 അല്ലെങ്കിൽ 4-0 ഇന്ത്യ വിജയിക്കേണ്ടിയിരുന്ന ഒരു പരമ്പരയായിരുന്നു ഇത്. ഇവിടെ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയത് ഇന്ത്യയുടെ ഫീൽഡിങ്ങിനായിരുന്നു. ഇംഗ്ലണ്ട് ജയിച്ച 2 മത്സരത്തിലും ഇന്ത്യ കൊടുത്ത ചാൻസസ് ആയിരുന്നു അവർക്ക് കളിയിൽ പിടിമുറുക്കാൻ അവസരം കൊടുത്തത്. ആദ്യ കളിയിൽ 7 ക്യാച്ച് ഇന്ത്യ കളഞ്ഞപ്പോൾ 280 റൺസായിരുന്നു ഡ്രോപ്സ് വഴി മാത്രം ഇംഗ്ലണ്ടിന് കിട്ടിയത്. 3rd ടെസ്റ്റിൽ ബുംറ ഒരു കൊളാപ്സ് ട്രിഗർ ചെയ്തപ്പോൾ രാഹുൽ ഡ്രോപ്പ് ചെയ്ത ജാമി സ്മിത്തിന്റെ ക്യാച്ചാണ് അന്ന് ഇന്ത്യക്ക് പണി കൊടുത്തത്. ഇന്ത്യ കളി 22 റൺസിന് തോറ്റപ്പോൾ ആ പാർട്ണർഷിപ്പിൽ 84 റൺസായിരുന്നു സ്മിത്ത് ബ്രാഡൻ കാൾസ് ജോഡി നേടിയത്. എന്തിന് ഈ ലാസ്റ്റ് ടെസ്റ്റ് തന്നെ അത്രയും ടൈറ്റ് ആയത് സിറാജ് കളഞ്ഞ ബ്രൂക്കിന്റെ ക്യാച്ച് വഴിയായിരുന്നു. സോ മര്യാദയ്ക്കായിരുന്നുവെങ്കിൽ ഈസിയായി ഇന്ത്യ ജയിക്കേണ്ടിയിരുന്ന ഒരു പരമ്പരയായിരുന്നു അവസാനിച്ചത്. എങ്കിലും ഒരു യങ് ക്യാപ്റ്റന്റെ കീഴിൽ നല്ല ക്യാരക്ടർ തന്നെ ഇന്ത്യ കാണിച്ചിരുന്നു. ഇത് സ്ലെഡ്ജിങ് ചെയ്യാനാണെങ്കിലും മത്സരത്തിൽ ഫൈറ്റ് ചെയ്യാനാണെങ്കിലും.